അവൻ റെക്കോർഡ് എഴുതിയിട്ട് നമുക്ക് സൈൻ ചെയ്യണം. അപ്പൊ റെക്കോർഡ് ഉണ്ടെങ്കിലേ ഞങ്ങൾ പബ്ലിക് എക്സാമിന് കേറ്റുള്ളൂ. അങ്ങനെ അവൻ അവരെടുത്ത് മോഡൽ എക്സാമിന്റെ അന്നാണ് അവൻ റെക്കോർഡ് കൊണ്ടുവന്നത്. റെക്കോർഡ് അവരെടുത്ത് ഒപ്പിടാൻ അവനും ഈ കൊച്ചും ഇവളും കൂടെ കൊണ്ടുകൊടുത്തു. അവരൊപ്പിട്ട് കൊടുത്തില്ല. അവരെ മാക്സിമം ഹറാസ് ചെയ്ത് അവനെ കൊല്ല ചെയ്തിട്ടാണ് അവൻ ഒപ്പിട്ട് കൊടുത്തത്. ഞങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ഇതിപ്പോ ചെയ്തതെങ്കിൽ അവ ഈ സ്കൂളിൽ അന്ന് തന്നെ നിർത്തി കത്തിക്കുമായിരുന്നു. അത്രയും ബോൾഡായിട്ടുള്ള ഒരുത്ത അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവരെന്ത് മാത്രം അവനെ ഹറാസ് ചെയ്ത് കാണും. സീലെടുക്കാൻ പ്രിൻസിപ്പളാണ് അവനെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവൻ ഓഫീസിൽ കയറിയപ്പം ആ ക്ലർക്ക് അവന്റെ അടുത്ത് തന്തയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോ അവൻ തിരിച്ചും പറഞ്ഞു. അനില ടീച്ചർ ഒപ്പിട്ട് കൊടുത്തില്ല. അവൻ ഒരുപാട് പറഞ്ഞ് പ്രിൻസിപ്പള് കള്ളത്തനം പറഞ്ഞ് ക്ലർക്ക് ഒന്നും ചെയ്തില്ല എന്ന്. ഒന്നീ ഞങ്ങളെ ബെൻസിനെ അവർ തിരിച്ചു തരണം, അല്ലെങ്കിൽ പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും ഈ സ്കൂളിൽ നിന്ന് പോണം, ക്ലർക്കും പോണം. സസ്പെൻഷൻ മാത്രം പോരാ, എല്ലാരും സ്കൂളിൽ നിന്ന് പോണം. ക്ലാസ് ടീച്ചർ വന്നിട്ടുമില്ല. പ്രിൻസിപ്പൽ മാത്രം വന്നിട്ട് മാതൃഭൂമി ന്യൂസുകാർ വന്നപ്പം അപ്പം തന്നെ കാറിൽ കയറി പോവുകയാണ് ചെയ്തത്. ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിരുന്നിട്ട് ആ ടീച്ചർ മരണ വീട്ടിൽ വന്നിട്ട് പോലും ഇല്ല. ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങൾ ഇത്ര ലേറ്റ് ആയതെന്ത്, നിനക്ക് ഞാൻ ഒപ്പിട്ട് തരൂല, നിങ്ങൾക്ക് ബാക്കി എല്ലായിടത്തും ചാടാ അറിയാലോ, ഇത് നീ എന്ത് ഇത് ചെയ്യാത്തത്, നേരത്തെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞ് അവനെ കാല് വരെ പിടിച്ച അവനും ഞാനും ഇവളും കൂടെ. എന്നിട്ട് അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അത് പ്രിൻസിപ്പളാ പറഞ്ഞത്. അപ്പൊ ഇവൻ പറഞ്ഞു അമ്മയ്ക്ക് വരാൻ പറ്റൂല, അമ്മയ്ക്ക് കാല് വയ്യാത്തതാണ്, അമ്മയ്ക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഇതേപോലെ ടീച്ചർ പറഞ്ഞു അമ്മ ഇവിടെ വന്നില്ലെങ്കിൽ ഗവൺമെന്റിൽ പോയി നിങ്ങൾക്ക് ഒപ്പിട്ട് തരേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം അവൻ ക്ലാസ്സിൽ എക്സാമിന് കയറി ഇരുന്നിട്ടാണ് അവനെ എല്ലാ സാർമാരും ടീച്ചർമാരെല്ലാരും കൂടെ വന്നിട്ട് പുറത്ത് വിളിച്ചിറക്കിയിട്ട് എഴുതിക്കൊണ്ടിരുന്ന അവനെ പുറത്ത് വിളിച്ചിറക്കിയിട്ട് എല്ലാരും കൂടെ അവനെ പറയാനൊന്നുമില്ല. കറകളെല്ലാം പറഞ്ഞു. ഇവിടെ നിന്ന് അങ്ങേരും പറഞ്ഞു. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നേരെ അവൻ ടീച്ചറിന്റെ അടുത്ത് പോയി പറഞ്ഞു. ഇവിടെ നിന്ന് അതേപോലെ അവൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞതാണ്, എച്ച് എമ്മിന്റെ അടുത്ത് പറഞ്ഞിട്ട് അതേ സമയത്ത് അവൻ ക്ലാസ്സിൽ കയറി എഴുതാൻ വേണ്ടിട്ട് കയറി എക്സാമിന്. എന്നിട്ട് ബാക്കി എല്ലാ ടീച്ചർമാരും എല്ലാരും കൂടെ വന്നിട്ട് അവനെ പിടിച്ച് പുറത്തിറക്കി. എല്ലാരും ഉണ്ടായിരുന്നു, എല്ലാ സാറുമാരും എല്ലാ ടീച്ചർമാരും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കി ഇങ്ങേരി ക്ലർക്ക്. എന്നിട്ട് അവന്റെ തല്ലാണ് എല്ലാ കുറ്റവും വന്നത്. അവന്റെ വീട്ടിൽ അങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്. ക്ലർക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് അവന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞില്ല. അവന്റെ കുറ്റങ്ങൾ മാത്രമാണ് അവന്റെ വീട്ടിൽ ഈ പ്രിൻസിപ്പൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം വന്നത്. നമ്മൾ ടീച്ചർമാരാണ്, പ്രിൻസിപ്പലിനെ, അനില ടീച്ചറിനെ, പിന്നെ ക്ലർക്കിനെ മാറ്റിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇനി എത്ര പിള്ളേർ ഇതേപോലെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് അവരെ മാറ്റിയേ പറ്റുള്ളൂ. മാത്രമൊന്നുമല്ല, അത് ഇനി ഒന്നിനെ കൂടെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു ബെൻസൺ. അവനവര് തീർത്ത്. ഇനി ഒന്നിനെ കൂടെ കൊല്ലാൻ സമ്മതിക്കൂല.